ചെയ്യുന്ന കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട. ഞാനിങ്ങനെയൊക്കെയാണ് സബോള കട്ട് ചെയ്യാറ്. അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യും. കുറച്ച് സബോള എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു തക്കാളി എടുക്കാം. തക്കാളി ഞാൻ അരച്ചെടുക്കുകയാണ്. പിന്നെ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഈ വക സാധനങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെന്താ നമ്മുടെ ഗരം മസാലയുടെ കൂട്ടുകളെല്ലാം ഞാൻ ഫ്രഷായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഓരോന്നിട്ടു. കറുവപ്പട്ടയും ഇലയും ഗ്രാമ്പൂവും ഏലക്കായും പിന്നെന്തുവാ അങ്ങനെയെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ച് ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓണാക്കി പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാൻ വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ ആദ്യമേ എന്നും കൊണ്ട് അങ്ങനെ രീതിയിലല്ല ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. ഞാൻ ആദ്യമേ പൊടികളെല്ലാം കൂടെ ജസ്റ്റ് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ആദ്യം. സാധാരണ ഞാനിങ്ങനെ എണ്ണ ചൂടാക്കി പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സബോള എല്ലാം കൂടെ വഴറ്റി പിന്നെ ഓരോന്നൊക്കെ ഇട്ടിട്ടാണ് എടുക്കാറ്. പക്ഷേ എങ്കിൽ ഇത്തവണ ഞാൻ തിരിച്ച് പിടിച്ച് നോക്കുവാണ്. മസാലയൊക്കെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി വെച്ച ചിക്കനകത്ത് എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. എല്ലാം കൂടി ഇട്ട് ഒന്ന് എടുത്തു. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ മൂടി വെച്ച് കുറച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞടക്കി തുറന്ന് നോക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതിനകത്തുണ്ട്. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ചിക്കനകത്ത് വെള്ളമെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയെല്ലാം കുനുകുനാന്നുള്ളത് എല്ലാം അതിൻ്റെ മടിക്കൂടെ സ്പ്രെഡ് ചെയ്തിട്ടു. പിന്നെ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഗരം മസാലയുടെ എല്ലാത്തിനെയും കൂടെ ഇത് അരച്ച് വെച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ച് മൂടി വെച്ച് കുറച്ച് നേരം ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കേണ്ടതാണ്.